പുഞ്ചിരി ഒരു തിരിവട്ടമാണ്. സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അൽഫോൻസാമ ലോകത്തിന് നൽകുന്ന പുഞ്ചിരിയുടെ മനോഹരമായ ഒരു സന്ദേശമുണ്ട്. അടുത്തു നിൽക്കുന്നവൻ്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ അവൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യത്തിൻ്റെ ലേപനമേകാൻ നമ്മുടെ പുഞ്ചിരിയിലൂടെ സാധിക്കുമെന്ന വലിയൊരു സത്യം. ശാരീരികവും മാനസികവുമായി വേദനിക്കുന്നവരെ നോക്കി അൽഫോൻസാമ പുഞ്ചിരിച്ചത് അവൾക്ക് വേദനകൾ ഒന്നുമില്ലാഞ്ഞിട്ടല്ല. തൻ്റെ വേദനകളെല്ലാം സ്നേഹനാഥൻ്റെ സ്നേഹചുംബനങ്ങളാണെന്ന തിരിച്ചറിവിൽ നിന്നാണ്. എല്ലാ ജീവിതാനുഭവങ്ങളെയും നൊമ്പരങ്ങളെയും പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യാനും സങ്കടപ്പെടുന്നവരെ നോക്കി പുഞ്ചിരിക്കാനും അമ്മയ്ക്ക് കഴിഞ്ഞത്. നമ്മെ വിഷമിപ്പിക്കുന്നവരെയും നാം മൂലം വിഷമിക്കുന്നവരെയും പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കുവാനുള്ള ഹൃദയവിശാലതയിലേക്ക് നമ്മെ വളരാൻ സഹായിക്കുന്ന സിദ്ധ ഔഷധമാണ് പുഞ്ചിരി. ശത്രുതയുടെ മതിൽക്കെട്ടുകൾ തകർക്കാനും സൗഹൃദത്തിൻ്റെ ഊഷ്മളത വർദ്ധിപ്പിക്കാനും പൊട്ടിയ ബന്ധങ്ങളെ കൂട്ടിവിളക്കാനും വിദ്വേഷത്തിൻ്റെ തീ ആളിക്കത്താതിരിക്കാനും പുഞ്ചിരി നമ്മെ സഹായിക്കുന്നു. ഹൃദയത്തിലെ സന്തോഷം മുഖത്ത് പ്രകാശിതമാകുന്നത് പുഞ്ചിരിയിലൂടെയാണല്ലോ. വിശുദ്ധ അൽഫോൻസാമ നമുക്ക് മുൻപിൽ മാതൃകയായി നിലകൊള്ളുന്നതും ഇത്തരുണത്തിൽ തന്നെ. എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കാനും ആരെയും മാറ്റി നിർത്താതിരിക്കാനും അൽഫോൻസാമയ്ക്ക് കഴിഞ്ഞത് അമ്മ ഹൃദയത്തിൽ അനുഭവിച്ച ആത്മീയ ആനന്ദത്തിൽ നിന്നാണ്. ഈ ആനന്ദമാണ് അൽഫോൻസാമ തന്നോട് ഇടപെടുന്നവർക്കെല്ലാം പകർന്നു നൽകിയതും. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിനായി നാം പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ ദിനങ്ങളിൽ നമുക്കും അമ്മയുടെ ചൈതന്യം സ്വീകരിക്കാം, സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് എല്ലായിടത്തും യേശു സാന്നിധ്യമായി മാറുവാൻ നമുക്കാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഉള്ളു തുറന്ന് സ്നേഹിക്കാനും എല്ലാവരെയും എല്ലാറ്റിനെയും പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.